അപ്പോൾ എല്ലാവർക്കും റെഡ് ഇൻസ്പയർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന റിവ്യൂ ആവേശം എന്ന് പറഞ്ഞ സിനിമയുടെ. നമ്മളെ ജിത്തു മാധവൻ ഡയറക്റ്റ് ചെയ്ത് ഫാഫ അഭിനയിച്ച് കന്നി അഭിനയമായിട്ട് ഹിപ്സ്റ്ററും അതേപോലെ വേറെ രണ്ട് ആർട്ടിസ്റ്റുകളും കൂടെ അഭിനയിച്ച് തകർത്തൊരു പടം. ഓക്കെ, ഫസ്റ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഹൈപ്പിൽ പോയി കണ്ടൊരു പടം. മീൻസ് ഒരുപാട് ഹൈപ്പ് മനസ്സിൽ സ്വയം കയറ്റി വെച്ച് പോയി കണ്ട പടം. സോ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഭഗവാനെ ഈ മനസ്സിൽ എക്സ്പെക്റ്റ് ചെയ്ത അത്രയൊക്കെ പണം കാണണേന്ന്. അത് അതേപോലെ ഉണ്ട്. അത് എപ്പോഴേ പറയാം. അതിനകത്ത് ചില ഒരു പോർഷൻ, ആ സിനിമയുടെ ഒരു പോർഷൻ എത്തുമ്പോൾ ലാഗ് വേണം എന്നവർക്ക് തോന്നി. അപ്പോൾ അത് നമ്മളെ കൊണ്ട് നമുക്ക് ലാഗായിട്ട് തോന്നിപ്പിക്കും അവർ. ഓക്കെ, അതവർ മനഃപൂർവ്വം ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ലാഗ് എന്ന് പറയുന്ന ഒരു അംശം അവിടെ ഇവിടെയില്ല. പിന്നെ ഹിപ്സ്റ്റർ എന്ന് പറയുന്ന ഹിപ്സ്റ്റർ അഭിനയിച്ച് ഞാൻ വിചാരിച്ച് ഹിപ്സ്റ്ററിൻ്റെ ഗെയിമിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ അഭിനയിക്കുമ്പോൾ ഞാൻ വിചാരിച്ച് ബാക്കി എല്ലാ യൂട്യൂബേഴ്സും വന്ന് അഭിനയിക്കുന്ന കണക്ക് ഒരു ആവറേജ് പെർഫോമൻസേ കാണത്തുള്ളൂ എന്ന് വിചാരിച്ചു. ബട്ട് ചെറുക്കം പൊളിച്ച് ഹിപ്സ്റ്റർ അടിപൊളിയായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഫാഫ പിന്നെ പറയേണ്ടത് സീനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മീൻസ് ഫഹദ് ഫാസിൽ ഈ സിനിമയിൽ മലയാളം പറഞ്ഞ് നമ്മൾ സർപ്രൈസ് ആയി പോകും. ബിക്കോസ് ഒരു ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് അഭിനയിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളി. അപ്പോൾ ആ ക്യാരക്ടറായിട്ട് പുള്ളി അങ്ങ് ജീവിക്കുക. മീൻസ് നമ്മൾ ഫഹദ് ഫാസിലെ മലയാളി ആയിരുന്നു എന്നുള്ളത് മറന്നു പോകുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് പുള്ളി കാഴ്ചവെക്കുന്നത്. കറക്റ്റ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രംഗ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പക്ക കൊമേഴ്ഷ്യൽ പടമാണിത്. പോയി ഇരിക്കുക, ചിരിക്കുക, ആഹ്ലാദിക്കുക, അലറുക, കൂവുക, കൈയടിക്കുക, തിരിച്ചു വരിക. ഇതാണ് ഈ പടം. ഓക്കെ, ഇതാണ് ഈ പടം. അതിൻ്റെ കൂടെ അവർ ഇമോഷണലായിട്ടുള്ള സംഭവങ്ങൾ കൂടെ ഒപ്പിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹാറ്റ്സ് ഓഫ്. ട്രെയിലറിലും ടീസറിലും കാണിച്ച പോർഷൻസൊക്കെ ഫസ്റ്റ് ഹാഫിൽ അങ്ങ് തീരും. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു സ്റ്റോറിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് സുഷിൻ ശ്യാം സൂപ്പർ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ BGM ഒക്കെ വരുമ്പോൾ പാൻറ്റൊക്കെ ഇങ്ങനെ നടന്ന് ഇറക്കി വരുന്നു. അത്രയ്ക്ക് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പ്ലേസ്മെൻറ്റ് ജാഡ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ഇല്ലൂമിനാട്ടി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അതേപോലെ ഗല്ലാട്ട എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഇത് മൂന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഇത് മൂന്നും ഈ സിനിമയിൽ കണ്ടപ്പോഴേ എനിക്ക് ഇതിൻ്റെ ഒരു 10 ഇരട്ടി ഇഷ്ടപ്പെട്ടു. മീൻസ് കറക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് പാട്ടുകൾ. എവിടെ എന്ത് വരണം, ചുമ്മാ മാസമൊന്നും എടുത്ത് കാണിക്കത്തില്ല, ചുമ്മാ അടിച്ചു പൊളിക്കത്തില്ല. അതിനുള്ള കാരണങ്ങൾ കറക്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കറക്റ്റ് പാട്ട് പ്ലേസ് ചെയ്ത് ആൾക്കാരെ കൊണ്ട് കൈയടുപ്പിക്കാൻ, ആൾക്കാരുടെ നെഞ്ചിൽ അഡ്രിനാലിൻ റഷ് കൊണ്ടുവരാനും അവരെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഈ കൊടുത്ത പൈസയ്ക്കുള്ള മുതൽ ഫസ്റ്റ് ഹാഫിലേ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബട്ട് ഓവറോൾ ഫഹദ് ഫാസിൽ പൊളിച്ചടുക്കി. ജിത്തു മാധവൻ ഹാറ്റ്സ് ഓഫ്. സുഷിൻ ശ്യാം തൊഴുത് സീൻ സാധനം. ഓക്കെ, സോ നിങ്ങളെല്ലാവരും പോയി കാണുക. നിങ്ങളുടെ റിവ്യൂസൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. സോ നെക്സ്റ്റ് സിനിമ വരുമ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ട് കാണുന്നവരെ പീസ്.